വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ പാർട്ടി ചുമതലയിൽ നിന്ന് നീക്കിയതിലാണ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതാണ് അതൃപ്തിക്ക് കാരണം. നടപടി മാനസികമായി വളരെ വിഷമമുണ്ടാക്കി. ഒരു ചോദ്യം പോലും തന്നോട് ചോദിച്ചിട്ടില്ല. പറഞ്ഞിരുന്നുവെങ്കിൽ താൻ രാജിവെച്ചൊഴിഞ്ഞേനെ. അപമാനിക്കുന്ന രീതിയിലാണ് പുറത്താക്കിയത് ആരാണെന്നും എന്താണ് പുറത്താക്കലിന് പിന്നിലെ കാരണമെന്നും എല്ലാവർക്കും അറിയാം. അതാരാണെന്ന് ഇപ്പോൾ താൻ പറയുന്നില്ല. ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാം പറയാമെന്നും ചാണ്ടി ഉമ്മൻ. എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി. എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടായ കാര്യമാണ്. ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല. രണ്ട്, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ചൊഴിഞ്ഞേനെ. എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത്. പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്നാ പറഞ്ഞത്. അല്ല, അതിലേക്കൊന്നും കടക്കുന്നില്ല. എല്ലാവർക്കും അറിയാം എന്താണ് കാരണമെന്നും എന്താ കാര്യമെന്നും എല്ലാവർക്കും അറിയാം. അവരുടെ സാഹചര്യം ഞാനിപ്പോ വിശദമാക്കുന്നില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ പറയും അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയും. അതിന് ഞാനൊരു വിവാദത്തിലില്ല. ഇലക്ഷൻ കഴിയും. അബിൻ വർക്കിയെ പിന്തുണച്ച് ചാണ്ടി ഉമ്മൻ. അബിൻ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട വ്യക്തിയാണെന്നതിൽ സംശയമില്ല. അബിൻ അർഹതയുള്ള വ്യക്തി. അബിന്റെ വേദന സ്വാഭാവികം. അബിന്റെ അഭിപ്രായം കൂടെ തേടിയിട്ട് വേണമായിരുന്നു ഒരു തീരുമാനമെടുക്കാൻ. പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും ചാണ്ടി ഉമ്മൻ. യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകൻ, വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള, വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അബിനെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അബിൻ പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ്. എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിൽ കൂടി പ്രവർത്തിക്കാനുള്ള അവസരം എന്ന രീതിയിൽ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അബിനതൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അബിനാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് രാഹുലുമായി ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ. സ്വാഭാവികമാണ് അദ്ദേഹത്തിന്റെ കൂടെ തീരുമാനം പരിഗണിച്ച് വേണം വേറെ തീരുമാനം എടുക്കാൻ. പക്ഷേ തീരുമാനമെടുത്തു. പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. പാർട്ടിയുടെ തീരുമാനം ഫൈനലാണ് എന്ന് ഞാൻ കരുതുന്നു. വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, അതൃപ്തി മറനീക്കി പുറത്തു വരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ചാണ്ടി ഉമ്മൻ ഇടഞ്ഞ് തന്നെ ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ തന്നെ പാർട്ടി സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയതിലുള്ള അതൃപ്തിയാണ് പ്രധാനമായും ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പങ്കുവയ്ക്കുന്നത്. എന്നെ പുറത്താക്കിയത് ആരാണെന്നും എന്താണ് കാരണമെന്നും എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നു. ഇത് ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, ആർക്ക് നേരെയാണ്, ഏത് സഖ്യത്തിന് നേരെയാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് ചാണ്ടി ഉമ്മൻ? ഭവ്യ, പേരെടുത്ത് പറയാതെയാണ്, എന്നാൽ പറയാതെ പറയുകയാണ് ചാണ്ടി ഉമ്മൻ. അദ്ദേഹത്തിന്റെ നീരസം വ്യക്തമാക്കിയിരിക്കുന്നു. എടുത്തു പറയേണ്ട കാര്യം, ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് ഈ അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെ മുതിർന്ന നേതാക്കൾ, അതായത് KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ, അങ്ങനെയല്ല, അത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് അബിനെന്ന് പറഞ്ഞ് ഈ വിഷയത്തെ ലഘൂകരിക്കാനായിരുന്നു ശ്രമിച്ചത്. പക്ഷേ ഇത് ആദ്യമായാണ് ഒരു കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട യുവ നേതാവിന്റെ ഭാഗത്ത് നിന്ന് അബിൻ വർക്കിയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഒരു പ്രതികരണം ഉണ്ടാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം രണ്ട് കാര്യങ്ങൾ ചാണ്ടി ഉമ്മൻ അവിടെ ചേർത്ത് വെക്കുന്നു. അതിൽ ഒന്ന്, അബിൻ വർക്കിക്ക് അധ്യക്ഷ സ്ഥാനം നിഷേധിച്ച അതേ സംഘം തന്നെയാണ് തന്നെ ഒരു വർഷം മുമ്പ് ഉമ്മൻചാണ്ടിയുടെ സ്മൃതി ദിനത്തിൽ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട പദവിയിൽ നിന്ന് നീക്കിയത്. അതിലുള്ള നീരസം അദ്ദേഹം അന്ന് തന്നെ വ്യക്തമാക്കിയതായിരുന്നു. പക്ഷെ അത് പരസ്യമായ പ്രതികരണങ്ങളേക്കൊന്നും, വൈകാരികമായുള്ള പ്രതികരണങ്ങളേക്കൊന്നും പോയിരുന്നില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് എന്ന മട്ടമാണ്. അത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം, തനിക്കും അറിയാം. പക്ഷെ ഇപ്പോൾ താൻ ആ പേര് പറയുന്നില്ല. അതൊരിക്കൽ ഞാൻ വെളിപ്പെടുത്തും, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അത് ഞാൻ തുറന്നു പറയും എന്ന് പറയുന്നത് കൃത്യമായി ഒരു പടയൊരുക്കം തന്നെയാണ്. അതിന്റെ സന്ദേശം തന്നെയാണ് ചാണ്ടി ഉമ്മന്റെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. അത് സ്വാഭാവികമായി ഈ എന്തുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ
ഇങ്ങനെ ഒരു പ്രതികരണം ചാണ്ടി ഉമ്മന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് കോൺഗ്രസിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന തർക്കങ്ങൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറ്റിമറിച്ചിരിക്കുന്നു. മാത്രവുമല്ല അത്തരത്തിൽ അർഹതപ്പെട്ട ഒരു അവസരം അതിന് നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ്. അവിടെ ഈ KM അഭിജിത്തിന് കൃത്യമായ പരിഗണന നൽകിയില്ല എന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ A ഗ്രൂപ്പ് നേതാക്കളും ഹൈക്കമാൻഡിനെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ കൂടി നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ്. അതാണ് ഡാൻ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ അസാധാരണം എന്ന് തന്നെ പറയാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ചാണ്ടി ഉമ്മൻ അബിൻ വർക്കിയെ പരസ്യമായി തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നു. ഇത് എന്തിന്റെ സൂചനയാണ്? ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറയുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇതൊരു പടയൊരുക്കം തന്നെയാണ്. അതായത് ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെക്കുന്നത് തനിക്ക് ഈ സ്ഥാനം നിഷേധിച്ച അല്ലെങ്കിൽ തന്നെ അപമാനിച്ചിറക്കി വിടുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ഉണ്ടായത്. അത് തനിക്കും ഒരുപാട് വേദന ഉണ്ടാക്കി. പക്ഷെ അത് ആരാണെന്ന് ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് എന്ന് കൂടി ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെക്കുന്നതിലൂടെ അതേ സംഘം തന്നെയാണ് അബിൻ വർക്കിക്ക് അർഹതപ്പെട്ട ഒരു സ്ഥാനം ഇല്ലാതാക്കിയത് എന്നൊരു ധ്വനി കൂടി അതിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലെ മാറി മറിയുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളിലേക്ക് കൂടി അത് വിരൽ ചൂണ്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അവസാനം എവിടെ എത്തി നിൽക്കും എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. മാത്രമല്ല തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതികരിക്കാമെന്ന് പറയുന്നതിലൂടെ പറഞ്ഞു വെക്കുന്നത് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം കൂടി ഇതേ സംഘത്തിന് തന്നെ ആയിരിക്കുമെന്ന പരോക്ഷ സൂചന കൂടി ആ വാക്കുകളിൽ. അല്ല, അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാം പറയാമെന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് യഥാർത്ഥത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു കൂടി ഇല്ലേ അവിടെ? അവിടെയാണ് ഞാൻ വ്യക്തമാക്കിയത്. അതായത് ഇപ്പോൾ പരസ്യമായ ഒരു പ്രതികരണം നടത്തി പാർട്ടിയിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന തരത്തിലായിരിക്കാം അദ്ദേഹം ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുക. അതിനപ്പുറത്തേക്ക് അത് ആരാണ് എന്ന ബോധ്യം ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നത് ചാണ്ടി ഉമ്മന്റെ മാത്രം അഭിപ്രായമായി കരുതുക വയ്യ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നേതൃ നിഷേധത്തിൽ, അതായത് അബിൻ വർക്കിക്ക് മതിയായ പരിഗണന ലഭിച്ചില്ല എന്ന അമർഷം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്ന മുതിർന്ന ഗ്രൂപ്പ് നേതാക്കളുടെ അടക്കം പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടായിരിക്കാം ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. തീർച്ചയായും. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഡാൻ